രാജ്യത്തെ കല്ലെറിയുക. വിദേശത്തെ രാജ്യങ്ങളിലാണ് എല്ലാ നന്മകളും എന്ന് കണ്ണടച്ച് വിശ്വസിക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം ശീലം. ഏതെങ്കിലും വിദേശ നേതാവോ മാധ്യമമോ ഇന്ത്യയെക്കുറിച്ച് ഒരു ചെറിയ വിമർശനം നടത്തിയാൽ ഉടൻ അത് ആഘോഷമാക്കുന്നവർ. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം പ്രശംസിക്കപ്പെടുമ്പോൾ വാ തുറക്കാതെ മിണ്ടാതിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, വികസിത രാജ്യങ്ങൾ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃക എന്ന്. അമേരിക്കയോ യൂറോപ്പോ എന്ത് ചെയ്യുന്നുവോ അതാണ് ശരിയെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ലോകം മുഴുവൻ അമ്പരപ്പോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും തെറ്റാണെന്നും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് മാതൃകയാണ് ലോകത്തിന് മാതൃകയെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെയും നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോ പതിച്ച വോട്ടർ ഐഡിയും ഒക്കെയാണ് അദ്ദേഹം വാനോളം പുകഴ്ത്തിയിരിക്കുന്നത്. എന്നാൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ട്രംപ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രീതിയെയും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെയും പ്രശംസിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും കൂട്ടരും, ഇതേ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും EVM-നെതിരെയും ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് കൃത്യമായി പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മയെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പേര് എടുത്തു പറഞ്ഞത്. ട്രംപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാധുവായ ഫോട്ടോ ID ഇല്ലാതെ അമേരിക്കയിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്താനാകുന്നത്? ഇന്ത്യയിലെ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് ഒന്ന് ഓർത്തു നോക്കൂ. ഏകദേശം 64 കോടി ജനങ്ങളാണ് അന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ. ഇതിൽ 1% താഴെ മാത്രമാണ് തപാൽ വോട്ട് വഴി ചെയ്തത്. ബാക്കി വന്ന കോടിക്കണക്കിന് ആളുകൾ കൃത്യമായി ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് കാണിച്ച് വോട്ടിംഗ് മെഷീനിൽ പോയാണ് വോട്ട് ചെയ്തത്. ഇനി അമേരിക്കയിലാകട്ടെ പൗരത്വം തെളിയിക്കാൻ പോലും കൃത്യമായ രേഖകൾ വേണമെന്നില്ല. സ്വയം നൽകുന്ന സാക്ഷ്യപത്രങ്ങളെയാണ് അമേരിക്ക ഇന്നും ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ത്യയും ബ്രസീലും പോലുള്ള രാജ്യങ്ങൾ വോട്ടർ IDയെ ബയോമെട്രിക് വിവരങ്ങളുമായി ബന്ധിപ്പിച്ച് വളരെ ശക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചാണ് ട്രംപ് അമേരിക്കയിലും കർശന നിയമങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ട്രംപ് അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സേവ് അമേരിക്ക ആക്ട്. ഈ നിയമപ്രകാരം അമേരിക്കയിൽ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നറിയാമോ? ഒന്നാമതായി, വോട്ട് ചെയ്യണമെങ്കിൽ ഫോട്ടോ പതിച്ച വോട്ടർ ID നിർബന്ധമാണ്. രജിസ്ട്രേഷൻ സമയത്ത് പൗരത്വം തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ നൽകണം. അമേരിക്കയിൽ പൗരന്മാർക്ക് മാത്രമായി വോട്ടവകാശം കർശനമായി പരിമിതപ്പെടുത്തും. തപാൽ വോട്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ അത് രോഗികൾ, ഭിന്നശേഷിക്കാർ, സൈനികർ തുടങ്ങിയ അത്യാവശ്യക്കാർക്ക് മാത്രമായി ചുരുക്കും. അപ്പോൾ ലോകം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വലിയ മാതൃകയായി അമേരിക്കയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതേ അമേരിക്ക പറയുകയാണ്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് സുതാര്യമാകണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ സംവിധാനങ്ങളും സുതാര്യമായ തിരഞ്ഞെടുപ്പ് രീതിയും ഇന്ന് അമേരിക്കയുടെ പോലും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. എന്തായാലും അതവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു വശം കൂടി കാണേണ്ടതുണ്ട്. ലോകം മുഴുവൻ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും ഡിജിറ്റൽ സുതാര്യതയെയും അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു? കേരളത്തിലെ ചില സഖാക്കളും കോൺഗ്രസുകാരും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസയോഗ്യമല്ല, EVM അട്ടിമറിക്കപ്പെടുന്നു, തിരഞ്ഞെടുപ്പ് സുതാര്യവുമല്ല എന്ന് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴൊക്കെ EVM-നെ കുറ്റപ്പെടുത്തുക എന്നത് ഇവർക്കൊരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരും വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നുവെന്നും തിരഞ്ഞെടുപ്പ് സംവിധാനം മോശമാണെന്നും പ്രസംഗിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മോദി സർക്കാരിനെ എതിർക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര വേദികളിൽ അപമാനിക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സിസ്റ്റം സുതാര്യമാണ്. അത്രയധികം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വലിയ സംവിധാനത്തിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയും ഇന്ത്യയെ പോലെ കർശനമായ തിരിച്ചറിയൽ കാർഡും പൗരത്വ രേഖകളും കൊണ്ടുവരണമെന്ന് ഇന്ത്യയിലെ വിമർശകർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണിത്. സ്വന്തം നാട്ടിൽ കിടന്ന് സ്വന്തം രാജ്യത്തെ
രാജ്യത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുന്നവർ അമേരിക്കയിലെ ട്രംപ് പോലും നമ്മുടെ രാജ്യത്തെ കണ്ട് പഠിക്കണമെന്ന് പറയുമ്പോൾ എന്ത് മറുപടിയാണ് നൽകുക? മോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റവും സുതാര്യതയുമാണ് ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രതിപക്ഷങ്ങൾക്ക് മാത്രം സാധിക്കുന്നില്ല എന്നത് എത്രമാത്രം കഷ്ടമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കേണ്ട സമയത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം അതിനെ താഴ്ത്തിക്കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയെ പോലുള്ള വൻശക്തി രാജ്യങ്ങൾ പോലും ഇനി ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് മാതൃകയെ ഉറ്റുനോക്കുകയും അത് അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു നല്ല സംവിധാനം മറ്റൊരു വലിയ ജനാധിപത്യ രാജ്യം ചർച്ച ചെയ്യുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാത്തിലും മോശമാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് എന്നും നോക്കണം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം കോടിക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്നു. അത് ചെറിയ നേട്ടമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ ശക്തിയാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ലോകം പറയുന്നത് എന്താണെന്നും നമ്മൾ കേൾക്കണം. ഇന്ന് അമേരിക്കയിൽ പോലും വോട്ടർ ആരാണെന്ന് ഉറപ്പാക്കണം, ഫോട്ടോ ID വേണം, പൗരത്വം ഉറപ്പാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുകയാണ്. ഇന്ത്യയിൽ വർഷങ്ങളായി വോട്ടർ തിരിച്ചറിയലിനും മറ്റും പ്രാധാന്യം നൽകുന്ന ഒരു വലിയ സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാത്തിനും പിന്നിലാണെന്ന് മാത്രം പറയുന്നത് ശരിയാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് നല്ല കാര്യങ്ങളുണ്ട്, നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലും നല്ല കാര്യങ്ങളുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, പക്ഷേ നല്ലതുണ്ടെങ്കിൽ അത് അഭിമാനത്തോടെ പറയുകയും വേണം. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വോട്ടർ ലിസ്റ്റിനെ കുറിച്ച് ചോദ്യങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദ്യങ്ങൾ, തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് ചോദ്യങ്ങൾ. ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ തെളിവും വേണം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റ്? ആരുടെ വോട്ടാണ് തെറ്റായി പോയത്? എവിടെയാണ് കൃത്രിമം നടന്നത്? എന്താണ് തെളിവ്? ഇതൊക്കെ വ്യക്തമായി പറയണം. കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് വോട്ടർമാരുടെ വിശ്വാസത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യത്തിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം, ചോദ്യങ്ങൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ മുഴുവൻ തിരഞ്ഞെടുപ്പ് സംവിധാനവും മോശമാണെന്ന്, ഇന്ത്യയിലെ ജനാധിപത്യം വിശ്വസിക്കാൻ കഴിയാത്തതാണെന്ന് എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. കോടിക്കണക്കിന് ആളുകളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ, മലമുകളിലുള്ള പ്രദേശങ്ങളിൽ, ദൂരെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വലിയൊരു സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. വോട്ടർ ലിസ്റ്റ് ഉണ്ട്, വോട്ടർ ID ഉണ്ട്, തിരിച്ചറിയൽ സംവിധാനമുണ്ട്, പോളിംഗ് സ്റ്റേഷനിൽ വോട്ടറെ പരിശോധിക്കുന്ന സംവിധാനമുണ്ട്. ഇത്രയും വലിയൊരു രാജ്യത്ത് കോടിക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് തന്നെ ചെറിയ കാര്യമല്ല. ഇതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി. ഇപ്പോൾ അതിലെ ചില കാര്യങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയേണ്ടതില്ല. പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. തെറ്റുണ്ടെങ്കിൽ തെളിവോടെ പുറത്തു കൊണ്ടുവരണം. വോട്ടർ ലിസ്റ്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ചയുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യാം. എന്തായാലും ഇന്ത്യയെക്കുറിച്ച് ലോകം ഇന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനവും ലോകത്തിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിമർശിക്കേണ്ടത് വിമർശിക്കാം. പക്ഷേ അതോടൊപ്പം നല്ലത് നല്ലതാണെന്ന് പറയാനുള്ള മനസ്സും നമുക്ക് വേണം. കാരണം ഇന്ത്യ പെർഫെക്റ്റ് ആയ ഒരു രാജ്യമല്ല. ഇന്ത്യ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന രാജ്യം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.